ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ തുടർ പഠനത്തിന് അനുമതി. ഡീൻസ് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. ചരിത്രപരമായ തീരുമാനമെന്ന് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് 24-നോട് പറഞ്ഞു. 24 ബിഗ് ഇമ്പാക്ട്. തുടർ പഠനം പ്രതിസന്ധിയിലായ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഒടുവിൽ നീതി. ഉന്നത പഠനത്തിനും ജോലിക്കും അംഗീകാരം നൽകാൻ കേരള വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡീൻസ് കൗൺസിൽ യോഗം തീരുമാനിച്ചു. 24 പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു വൈസ് ചാൻസലർ യോഗം വിളിച്ചത്. അക്കാദമിക് കൗൺസിൽ യോഗം ചേരാത്തതുകൊണ്ട് വിസിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചായിരുന്നു തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. അടിയന്തര ഇടപെടലിന് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനും കേരള സർവകലാശാലയ്ക്കും നന്ദി അറിയിച്ച് ഓപ്പൺ സർവകലാശാല വിസി. അങ്ങനെ ഇന്ന് ഈ ഒരു തീരുമാനം ഉണ്ടായിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി കേരള യൂണിവേഴ്സിറ്റിയുടെ എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ. എസ്പെഷ്യലി അക്കാഡമീഷ്യൻസായ ഡീൻസ് അവരൊരു നല്ല റോള് വഹിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചരിത്രപ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ്. 2018 കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് പ്രത്യേകം തുല്യതാ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിൽ ഓപ്പൺ സർവകലാശാല എന്ന പരാമർശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ആദ്യം അനുമതി നിഷേധിച്ചത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ് ഇതോടെ സുരക്ഷിതമായിരിക്കുന്നത്. ഒപ്പം ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വിശ്വാസ്യതയും ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.